22 പേർ മരിച്ച താനൂർ ബോട്ട് അപകടത്തിൽ അനധികൃതമായി നിർമ്മിച്ച ബോട്ടിന് ലൈസൻസ് നൽകാൻ ഇടപെട്ടത് അഹമ്മദ് ദേവർകോവിന്റെ ഓഫീസ് എന്ന റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തി കരാർ ജീവനക്കാരൻ. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കിയതിനാൽ ലൈസൻസ് നൽകാനാകില്ലെന്ന് അറിയിച്ചിട്ടും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വേഗത്തിൽ നടപടികൾ പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ചുവെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഉത്തരവിന്റെ ഫയലുകൾ പോലീസ് ശേഖരിച്ചില്ലെന്നും സെബാസ്റ്റ്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുൻകൂർ അനുമതിയില്ലാതെ നിർമ്മാണം പൂർത്തീകരിച്ചതിനാൽ ഈ ബോട്ടിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർവാഹമില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ അന്നത്തെ മിനിസ്റ്ററുടെ PS എന്ന PT ജോയി വിളിച്ചിട്ട് ഈ ബോട്ടിന്റെ നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ പോർട്ട് മിനിസ്റ്ററുടെ അഹമ്മദ് ദേവർകോവിന്റെ മിനിസ്റ്റർ. ഈ ഉത്തരവ് ഇറങ്ങിയത് കേരള മാരിടൈം ബോർഡ് ഹെഡ് ഓഫീസിലാണ്. ട്രിവാൻഡ്രത്തുള്ള ഹെഡ് ഓഫീസാണ് ഈ ഉത്തരവ് ഇറങ്ങിയത്. ഈ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും, അതായത് ബേപ്പൂർ ബോട്ടിലെ ഫയലുകളും ആലപ്പുഴ ബോട്ടിലെ ഫയലുകളും പോലീസ് സീസ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് നടന്ന ഈ ഓർഡർ ഇറങ്ങാൻ കാരണമായ ഫയലുകളൊന്നും തന്നെ പോലീസ് കണ്ടുകെട്ടുകയോ കോടതിയിൽ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മേലുദ്യോഗസ്ഥൻ ശുപാർശ ചെയ്ത കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. മന്ത്രിയുടെ ഇടപെടൽ സ്ഥിരീകരിക്കുന്ന ബോട്ടുടമയുടെ ശബ്ദ സന്ദേശവും റിപ്പോർട്ടർ പുറത്തുവിട്ടു. ശരത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, ആ ദിവസം അത് മറക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. ആ രാത്രി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജീവൻ വാരിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ഓടിയെടുത്ത മനുഷ്യരെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞൊരു കാര്യം, ഇത് അനധികൃതമായാണ് നടക്കുന്നത്, ഇവിടെ അധികാരത്തിന്റെ ഇടപെടലുണ്ട് എന്നൊരു കാര്യമാണ്. അത് സ്ഥിരീകരിക്കുകയാണ് ഈ വർഷങ്ങൾക്കിപ്പുറം. മാധു, അത് തന്നെയാണ്. സംഭവത്തിൽ ഉന്നതതല ഇടപെടലടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണം നടത്താൻ അല്ലെങ്കിൽ ലൈസൻസ് നൽകാൻ വേണ്ടി ഇത്തരത്തിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മാരിടൈം ബോർഡ് CEO അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ കത്ത് നൽകി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ മുൻകൂട്ടി നിർമ്മാണ പ്രവർത്തനം നടത്തിയ ബോട്ടുകൾക്കൊന്നും തന്നെ ലൈസൻസ് നൽകാറില്ല. അക്കാര്യം അന്ന് കരാർ ജീവനക്കാരൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് ഈ ബോട്ടിന് ലൈസൻസ് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കരാറുകാരൻ ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ അതിന് പിഴ ഈടാക്കിയ ശേഷം ക്രമപ്പെടുത്തണമെന്ന മറുപടിയാണ് ഈ മാരിടൈം ബോർഡ് CEO അടക്കം തിരിച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെ ആ ശുപാർശ കത്തിൽ അന്ന് മലപ്പുറത്തുള്ള ഒരു പ്രധാന പാർട്ടി നേതാവിന്റെ ഫോൺ നമ്പർ അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ വലിയ ദുരൂഹത തുടരുകയാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടുതൽ ദൃഢപ്പെടുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ തെളിവുകളാണ്, അതായത് ഇന്നിപ്പോൾ ശബ്ദ സന്ദേശവും ഇതുമായി ബന്ധപ്പെട്ട രേഖയും ശുപാർശ കത്തും അടക്കമുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ മന്ത്രിയോട് ഇക്കാര്യത്തിൽ പ്രതികരണം തേടിയപ്പോൾ താൻ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈസൻസ് നൽകാൻ താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർ കേട്ടുവല്ലോ. ശരത്ത്, നമുക്കത് കേട്ടിട്ട് വരാം. ഓർഡർ വന്നില്ലേ? എനിക്ക് അറിവില്ല കേട്ടോ. അത് വരട്ടെ, ചെയ്തു തരാം കേട്ടോ. ഓക്കെ സാറേ, ഓക്കെ. അപ്പൊ PS പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അയച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അത് ഉത്തരവ് അവിടെ കിട്ടിയിട്ട് ചിലപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു നാം PS വിളിച്ചിട്ട് പറയാം സാർ, ഞങ്ങൾക്ക് ഗോൾഡിന് മുമ്പിൽ ഇത് പ്രണയിക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾ പിന്നെ കിട്ടിയിട്ട് കാര്യമില്ല. ശരത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശരത്ത്, ശുപാർശ കത്തുണ്ട്, സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശമുണ്ട്, എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? മാധു, അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയം. കാരണം ഇതിൽ ശുപാർശ കത്തിന്റെ തെളിവുകളടക്കം പുറത്തു വന്നു. അതിൽ തന്നെ മലപ്പുറത്തുള്ള ഒരു പ്രധാന നേതാവിന്റെ ഫോൺ നമ്പർ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് മന്ത്രിയുടെ PS-ന്റെ എന്ന പേരിൽ ബോട്ട് ഉടമ അയച്ച ഈ ശബ്ദ സന്ദേശങ്ങളടക്കം. ആ രീതിയിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവുകയെ തുടർന്നാണ് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത ബോട്ടിനെ ക്രമപ്പെടുത്തി ലൈസൻസ് നൽകേണ്ടി വന്നത് എന്നുള്ളതാണ് കരാറുകാരൻ പറയുന്നത്. അങ്ങനെ ലൈസൻസ് നൽകിയത് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്കും ആളുകളുടെ മരണത്തിലേക്കും വരെ കാര്യങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കണം എന്നുള്ളത് കൂടിയായിരുന്നു ആവശ്യം. പക്ഷേ അന്വേഷണവും എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് ആശങ്ക. ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായെങ്കിൽ പോലും ഈ കരാർ ജീവനക്കാരിൽ മാത്രം അല്ലെങ്കിൽ കരാറുകാരിൽ മാത്രം അന്വേഷണം കേസ് ഒതുക്കി തീർക്കുന്ന നിലപാടാണ്. ഇത്രയും കാലമായിട്ട് കേസ് അന്വേഷണം എവിടേക്കും മറ്റു ഘട്ടങ്ങളിലേക്കൊന്നും തന്നെ കടന്നില്ല. ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കമുള്ള ശുപാർശ കത്തടക്കമുള്ള തെളിവുകൾ പോലും ശബ്ദ സന്ദേശങ്ങൾ പോലുമുള്ള അത്തരം തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അതിലേക്ക് പോലും എത്താതെ അന്വേഷണം വഴിമുട്ടി
അല്ലെങ്കിൽ അന്വേഷണം കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും നിഷേധാത്മകമായ നിലപാടാണ്. അതായത് താൻ അത്തരമൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന രീതിയിൽ കഴിയൊഴിയുന്ന ഒരു നിലപാടാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ബോട്ടിന് ലൈസൻസ് ലഭിച്ചത്, എങ്ങനെയാണ് ഈ ശുപാർശ കത്ത് ഈ കരാറുകാരൻ ലഭിച്ചത്, ആരുടെ വോയിസ് ആണ്, അല്ലെങ്കിൽ ഇത്തരമൊരു ശബ്ദ സന്ദേശം എങ്ങനെയാണ് പുറത്തു വന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതിന് മറുപടി പറയാതെ മന്ത്രിക്കോ അന്ന് മന്ത്രിയായി നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ ഈ സർവീസുകൾ ഇത്രയും കാലം തുടർന്നത് എങ്ങനെയെന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആരും ചൂണ്ടിക്കാണിച്ചില്ലേ, കാണാനുള്ളവരൊന്നും കണ്ടില്ലേ, അന്വേഷിക്കാനുള്ളവരൊന്നും അന്വേഷിച്ചില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചത് ആ ജീവനഷ്ടത്തിന് ശേഷമാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിന് കുടപിടിച്ചിരുന്നത്, അതിന് തണലൊരുക്കിയിരുന്നത് അധികാരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല.